അഹങ്കാരത്തിന്റെ കൊടുമുടി കേറി കോൺഗ്രസ്. ഉപതെരഞ്ഞെടുപ്പുകളിൽ ജയിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രകടനം നടത്തി. അങ്ങനെ ലക്ഷ്യ 2026 എന്ന വലിയൊരു സമ്മേളനം ഞങ്ങൾ നടത്തി. ഞങ്ങളുടെ നേതാക്കൾ കായികപരമായി, ആരോഗ്യപരമായി എല്ലാം കൊണ്ടും ഫിറ്റ് ആണെന്ന് കാണിക്കാൻ വലിയ എക്സർസൈസും കാര്യങ്ങളും ഒക്കെയായി പെയ്ഡ് മീഡിയ പ്രൊമോഷൻ എന്നൊരു പരിധി വരെ പറയാവുന്ന രീതിയിൽ കോൺഗ്രസ് ഇങ്ങനെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുമ്പോൾ അവരുടെ ഏറ്റവും വലിയ ഒരു ക്യാപ്ഷൻ എന്താണത്? കടക്ക് പുറത്ത് എന്ന്. ധാർഷ്ട്യത്തിന്റെ, അഹങ്കാരത്തിന്റെ പ്രതീകമായി, ആൾക്കൂട്ടമായി കോൺഗ്രസ് വീണ്ടും മാറുന്നതിന്റെ തെളിവായി മാറുകയാണ് ആ ക്യാപ്ഷൻ കൂടി. ശക്തമായി ഒരു ഭരണപക്ഷത്തെ വിമർശിക്കാനാവാതെ, പ്രതിരോധിക്കാനാവാതെ കഴിഞ്ഞു പോയ 10 വർഷങ്ങൾ. ഇനി പ്രതിപക്ഷത്തിരുന്ന് ഈ നാടിനു വേണ്ടി ഏതെങ്കിലും രീതിയിൽ സംഘടനാപരമായി വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് ആ വാഗ്ദാനങ്ങളെ നിറവേറ്റിയോ? അതുമില്ല. 100% പരാജയമാണ് എന്ന് ഉറപ്പ് ഈ നാടിന്റെ രാഷ്ട്രീയ ബോധ്യത്തിനുള്ളപ്പോ കടക്ക് പുറത്ത് എന്ന ക്യാപ്ഷനുമിട്ട് കോൺഗ്രസ് 2026 തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ്. ഞങ്ങൾ നേതാക്കൾ തമ്മിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. ശശി തരൂരും സതീശനും KC-യും അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഒത്തിണക്കത്തോടെ ഒരേ ബോഡി ലാംഗ്വേജ് കെമിസ്ട്രിയോടെ നിൽക്കണം എന്ന് പറയുമ്പോഴാണ് ആ ഒരു ശബ്ദം നമ്മളിങ്ങനെ കേൾക്കുന്നത്. ഹൈക്കമാൻഡ് പറഞ്ഞതല്ലേ ഇവരോടെല്ലാവരോടും, ചുപ്പ് രഹോ, മിണ്ടരുത്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഒരക്ഷരം നിങ്ങൾ മിണ്ടരുത്, അത് ഞങ്ങൾ തീരുമാനിച്ചോളാം എന്ന് പറഞ്ഞു മൂക്ക് കയറിട്ട് നിർത്തിയേക്കല്ലേ ആ വലിയ അച്ചടക്ക ലംഘനങ്ങളെ. എപ്പോ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന ഒരു സ്ഫോടനാത്മക വസ്തുവായി കോൺഗ്രസ് ഇങ്ങനെ നിലനിൽക്കുക. തെരഞ്ഞെടുപ്പിന് മുഖ്യമന്ത്രി പിണറായി അല്ലാതെ മറ്റാരെയും എന്തുകൊണ്ട് കാണിക്കാനാവുന്നില്ല എന്ന് പറയുമ്പോ കോൺഗ്രസിനോടുള്ള മറുചോദ്യം, നിങ്ങളിൽ വലിയ മുഖ്യമന്ത്രി ബാഹുല്യമാണല്ലോ ഉള്ളത് സ്ഥാനാർത്ഥികൾക്ക്. നിങ്ങൾ എന്നാൽ ഒരു ക്രിസ്റ്റൽ ക്ലാരിറ്റിക്ക് വേണ്ടി പറയൂ, ഞങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്ക് ഇല്ല എന്ന്. ഫോർ എക്സാമ്പിൾ, സതീശൻ ലക്ഷ്യ 2026 ഘോരഘോരം പ്രസംഗിച്ചില്ലേ? എന്തുകൊണ്ട് പറയാൻ സാധിക്കുന്നില്ല? മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ള വലിയ ചോദ്യങ്ങളും സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതും ഒക്കെ അവിടെ നിൽക്കട്ടെ. VD സതീശൻ തോറ്റാൽ വനവാസത്തിന് പോകും, തോറ്റില്ല ഞങ്ങൾ ജയിച്ചാൽ ഞാൻ മുഖ്യമന്ത്രിയാകാനുമില്ല എന്ന് പറയാത്തതിന്റെ എന്തേ? രമേശ് ചെന്നിത്തലയ്ക്ക് പറയാനാവുന്നില്ല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്ക് ഞാനില്ല എന്ന്? ഒരു വാക്ക് പോലും പറയാതെ ഇരുട്ടി വെളുത്തപ്പോൾ എന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് ഇറക്കി വിട്ടു, അതിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല, എനിക്കൊരു ഫോൺ കോളിൽ മാറിത്തരണമെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ മാറിപ്പോയേനെ എന്ന് പറഞ്ഞ രമേശ് ചെന്നിത്തലയുടെ സ്റ്റേറ്റ്മെന്റ് രാഷ്ട്രീയ കേരളത്തിൽ കിടപ്പുണ്ടവിടെ, ആർക്കും എടുത്തു നോക്കാവുന്ന രീതിയിൽ. ഇങ്ങനെ വലിയ കാഹളങ്ങളും വലിയ ബഹളങ്ങളും ഒക്കെ ഉണ്ടാക്കി ആൾക്കൂട്ടത്തിന്റെ ധാർഷ്ട്യമായി കോൺഗ്രസ് മാറുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പോൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് വെറുതെ മാധ്യമങ്ങൾ വാർത്തകൾ ഉണ്ടാക്കുന്നതല്ല. 100 സീറ്റ് പോയിട്ട് ഒരു ബ്രിം ലെവൽ മത്സരമാണ് ഇവിടെ നടക്കുന്നത് എന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്.